ഈ സെറ്റ് കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചെയ്തിരുന്ന റയോൺ സെറ്റ്സാണ്. അത് ഇത്തവണ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഷിഫോൺ ദുപ്പട്ടയായിട്ടാണ് കേട്ടോ. ഡബിൾ ഷെയ്ഡഡ് ഷിഫോൺ ദുപ്പട്ട എല്ലാവർക്കും ഇഷ്ടമുള്ള, നമ്മൾ 2-3 പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത് അയച്ചാണ്. അപ്പോൾ ഇത്തവണ റെയിനി സീസണൊക്കെ അല്ലേ ഇനി, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷിഫോൺ ദുപ്പട്ട ആക്കി നോക്കിയതാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യുക. www.glitzindia.com സൈറ്റ് ഐ ഡി. 4 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വന്നേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്ത അതേ കളേഴ്സ് തന്നെ. പ്രിൻറ്റുകൾ 2 ഡിഫറെൻറ്റ് പ്രിൻറ്റുകളിലാണ് വന്നേക്കുന്നത്. ബാത്തിക് പ്രിൻ്റാണ് ചെയ്തേക്കുന്നത്. ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആൻഡ് ബ്യൂട്ടിഫുൾ സെറ്റാണ്. നല്ല സോഫ്റ്റ് ഫിനിഷാണ്. റയോൺ ആണ്. ഇത്തവണ നമ്മൾ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ ബുക്ക് ചെയ്തോണം. കാരണം ഷിഫോൺ ദുപ്പട്ടയിൽ ഞാനത് ചെയ്യിപ്പിച്ചൊന്ന് ട്രയൽ നോക്കിയത്. ഇനി നിങ്ങൾക്ക് കിട്ടിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിലൊന്ന് റീസ്റ്റോക്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നതാ ഇതുപോലെ ബാത്തിക് പ്രിൻ്റാണ് വന്നേക്കുന്നത്. ബാത്തിക് പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ അൺഈവൻ ആയിരിക്കും, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടായിരിക്കില്ല പ്രിൻറ്റ്, പക്ഷെ ഭയങ്കര സോഫ്റ്റാണ് ഫാബ്രിക്. ഇത് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും കുറേ പേര്. നമ്മൾ മറ്റേ റയോൺ ദുപ്പട്ട വെച്ചിട്ട് തന്നെ ചെയ്തിരുന്നത്. സോഫ്റ്റായിട്ടുള്ള ദുപ്പട്ട. ഹാൻഡ് ബോട്ടം വന്നേക്കുന്നത് റയോൺ ഫാബ്രിക്കിൽ ബാത്തിക് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള സെറ്റാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല കോഫി ബ്രൗൺ ഷെയ്ഡ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാ ഇതുപോലെ നല്ല ലോങ് ആയിട്ട് തയ്ച്ചെടുക്കാനും പറ്റും. ഗ്രീൻ വിത്ത് കോഫി ബ്രൗൺ. എന്ത് ഭംഗിയെന്നൊക്കെ എൻ്റെ ദുപ്പട്ടയുടെ ഉണ്ടോ. ബോട്ടം നോർമൽ ലൈനിങ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഭയങ്കര ഫ്ലോയി ആണ്. നമുക്ക് എല്ലാ ക്ലൈമറ്റിലും റെയിനി സീസണിലും അല്ലാത്ത സമയത്ത് നമുക്ക് ചൂടെടുക്കത്തേ ഇല്ല. നല്ല സോഫ്റ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫാബ്രിക് റയോണും കോട്ടനും. കളേഴ്സും നല്ല നല്ല കളേഴ്സാണ് വന്നേക്കുന്നത്. റെഡാണ് നെക്സ്റ്റ് ഷെയ്ഡ്. ഇതിൻ്റെ ബാക്കിൽ തയ്തുകൊണ്ട് കേട്ടോ. നല്ല ലെങ്ത്തിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ലെങ്ത്തിൽ ഫാബ്രിക് വരുന്നത്. ദുപ്പട്ട നോക്ക്, കോമ്പിനേഷൻ സൂപ്പർ കോമ്പിനേഷൻ. ബോട്ടം ഇതുപോലെ ഗ്രീനാണ് നെക്സ്റ്റ് ഷെയ്ഡ്. ഇതാ നേരത്തെ കാണിച്ച അതേ കളർ കോമ്പിനേഷൻ, പക്ഷേ പ്രിൻറ്റ് മാത്രം ചെറിയ ചെറിയ വേരിയേഷൻസ്. 2 ഡിസൈൻ വരും കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട്. ഗ്രീൻ വിത്ത് യെല്ലോ. ഇനി വരുന്നത് കോഫി ബ്രൗൺ. ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ ഡിഫറെൻറ്റ് ഡിസൈനാണേ. ഇതൊരു മാംഗോ ഡിസൈൻ പോലെ. ഗ്രീനാണ് ദുപ്പട്ട. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. ബോട്ടത്തിലും ബാത്തിക് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് ഫിനിഷാണ്. സ്ട്രെയിറ്റ് പാൻറ്റോ അല്ലെങ്കിൽ ലൂസ് പാൻറ്റോ ഒക്കെ തയ്ച്ചാലും നല്ലതായിരിക്കും. റെഡാണ് നെക്സ്റ്റ്. കോമ്പിനേഷൻ യെല്ലോ. ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. 1150 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. നമ്മൾ റയോണിൽ ചെയ്തപ്പോൾ 1000 ആയിരുന്നു റേഞ്ച് പറഞ്ഞില്ലല്ലോ ഇതുവരെ. 1150 ആണ് റേറ്റ്. ബോട്ടം. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റീസ്റ്റോക്ക് കമൻറ്റിൽ പറയാം കേട്ടോ. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും.
ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് ന്യൂ അറൈവൽ കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.